നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ഏട്ടാ, നന്ദിനിയുടെ അച്ഛൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ടപ്പോ പേടി തോന്നുന്നു. ഇല്ല ആരതി, നന്ദിനി തനിച്ചു പോവില്ല. എനിക്ക് ആ ഉറപ്പുണ്ട്. ആരതി, നിനക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്. അത് കുഴപ്പമില്ല ഏട്ടാ, ഞാൻ ഇരുന്നോളാം. നമ്മൾ രണ്ടുപേരും കൂടെ ഉറക്കം വിളിച്ചിരിക്കണ്ട. നീ ഒരു കാര്യം ചെയ്യ്, പുറത്തുപോയി സിറ്റിയിൽ കിടന്നുറങ്ങിക്കോ. പോ, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ വിളിച്ചോളാം. ചെല്ല്. ഇന്നലെ ഉറങ്ങാതിരുന്നല്ലേ? ചെല്ല്, ഞാൻ വിളിച്ചോളാം. ഏട്ടാ, ഇടയ്ക്ക് ഇവളെ ഒന്ന് വിളിച്ചു നോക്കണം. കഴിക്കാനോ കുടിക്കാനോ എന്തെങ്കിലും കൊടുത്തു നോക്കണം. അല്ലെങ്കിൽ എന്നെ വിളിച്ചാ മതി. നീ ചെല്ല്, ഞാൻ വിളിക്കാമെന്ന് പറഞ്ഞില്ലേ? നിന്റെ ഉറക്കം കഴിഞ്ഞോ? ഞാനവിടെ കിടന്നേ ഉള്ളൂ, അറിയാതങ്ങ് ഉറങ്ങിപ്പോയി. ഏട്ടൻ ഒരു തരി പോലും ഉറങ്ങിയില്ലേ? നീ നന്നായിട്ട് ഉറങ്ങട്ടെ എന്ന് കരുതി. പിന്നെ ഇയാളെ നോക്കിക്കൊണ്ടിരിക്കുമ്പോ ഉറക്കം വന്നതുമില്ല. ഏട്ടാ, കുറച്ചു നേരെങ്കിലും പോയി കിടന്ന് ഉറങ്ങ്. വേണ്ട ആരതി, ഞാൻ ചെന്ന് കിടന്നാലും ഉറങ്ങത്തൊന്നുമില്ല. ഇന്നലെ 1-2 തവണ ഞാൻ വെള്ളം കൊടുത്തു, അത് കുടിച്ചിട്ടുണ്ട്. കണ്ടോ ആരതി, ഇയാളെ കിടപ്പ്. സാധാരണ നിലയില് ഇന്നേക്കെല്ലാം ഒതുങ്ങേണ്ടതാ. പക്ഷെ ഇതെന്താ ഇങ്ങനെയെന്ന് എനിക്ക് അറിയില്ല. പരീക്ഷണ അയാൾക്കുള്ളതല്ല, എനിക്കുള്ളതാ. ഞാൻ ചെയ്ത തെറ്റുകൾക്കുള്ള കൂലിയത്. രാവിലെ ആദിശേഷൻ തിരുമേനി വരുമെന്ന് അച്ഛൻ പറഞ്ഞു. വരട്ടെ, അദ്ദേഹം പറയുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യണം. എനിക്ക് എന്നെ നന്ദിനി കൂടെ ഉണ്ടായേ പറ്റൂ.
നമസ്കാരം. നമസ്കാരം തിരുമേനി. മോൾക്ക് അസുഖം കലശലായി. പേടിപ്പെടുത്തുന്ന അവസ്ഥയാ. അവളുടെ അമ്മയും അമ്മയുടെ അനുജത്തിയും ഒക്കെ ഈ അസുഖം വന്നാ മരിച്ചത്. ആ ഒരു ഭയം മോളുടെ ഉള്ളിലുണ്ടെന്നാ തോന്നുന്നത്. അത് സ്വാഭാവികമാ. പരിപാലനമൊക്കെ മുറക്കി നടക്കുന്നുണ്ടല്ലോ അല്ലേ? മോനെപ്പോഴും കൂടെയുണ്ട്, അവന്റെ സുഹൃത്തിന്റെ ഭാര്യയും. ഇന്നാണ് അസുഖം കലശലായത്. തളർന്നു കിടക്കുന്നത് കണ്ടിട്ട് സഹിക്കുന്നില്ല. അതാ ഞാൻ തിരുമേനിയെ വിളിച്ചത്. ചില നേരത്ത് അമ്മ വല്ലാതെ പരീക്ഷിക്കും. ഭക്തിയായ കുട്ടിയല്ലേ, ഒന്നും വരുത്തില്ല. വരൂ, ഒന്ന് കാണാം. തിരുമേനി വന്നോട്ടെ.